പ്രേക്ഷകരെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CJP നടത്തുന്ന പാർലമെന്റ് മാർച്ചിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മാർച്ചിൽ പങ്കെടുക്കാൻ നിരവധി പേർ വിവിധ ഇടങ്ങളിൽ നിന്നും എത്തുന്നു. മാർച്ചിന് പോലീസ് അനുമതി നൽകിയിട്ടില്ല. സ്ഥലത്ത് നല്ല പോലീസ് വിന്യാസമുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മാർച്ചാണ് നടക്കാൻ പോകുന്നതെന്നാണ് CJP സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ പറഞ്ഞത്. ശരത്തിലുള്ള വിവരങ്ങളുമായി നമുക്കിപ്പം ഒരിക്കൽ കൂടി ചേർന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഇപ്പൊ പറഞ്ഞ പോലെ അഭിജിത്ത് ദീപ്കയുടെ വാക്കുകൾ നിലനിൽക്കുന്നു. അതായത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ വലിയൊരു മാർച്ച് നടക്കാൻ പോകുന്നു എന്ന്. ഇന്നിപ്പോ പാർലമെന്റ് സെഷനൊക്കെ തുടങ്ങുന്ന ദിവസം പോലീസാണെങ്കിൽ അനുമതി നൽകിയിട്ടില്ല, ഈ മാർച്ചിന് അനുമതി നൽകിയിട്ടില്ല. പലയിടത്തും നിരോധനാജ്ഞയുണ്ട്. അപ്പം ഇപ്പോൾ എല്ലാവരും പ്രവർത്തകരൊക്കെ എത്തിത്തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സാഹചര്യം നിലവിലേത് ശരത്ത്? സേതുലക്ഷ്മി, ഈ വിദ്യാർത്ഥികൾ ഇതിലേക്ക് ഒഴുകുകയാണ് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രത്തോളം വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു. കാരണം നമുക്ക് പോലീസും അതേപോലെ തന്നെ പോലീസ് ജന്തർ മന്ദറിലേക്ക്, നമ്മൾ നിൽക്കുന്നത് ജന്തർ മന്ദറാണ്, കേരള ഹൗസിന് തൊട്ട് മുമ്പുള്ള സ്ഥലത്താണ്. അവിടെയാണ് പിന്നെ സമരപ്പന്തലിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം തന്നെ പിന്നെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തി, യുവജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി പ്രകടനമായിട്ടാണ് യുവജനങ്ങൾ ഇങ്ങോട്ട് എത്തുന്നത്. ഇവിടെ വെച്ച് അതുകൊണ്ട് ഇവിടെ ജന്തർ മന്ദറിലേക്ക് എല്ലാവരോടും എത്താനുള്ള ആഹ്വാനമാണ്. ആ ആഹ്വാനം ഉൾക്കൊള്ളൂ എന്ന് വേണം പറയാൻ. അത്രത്തോളം ജനപങ്കാളിത്തം ഇപ്പോൾ ഈ ജന്തർ മന്ദറിൽ എത്തിയിട്ടുണ്ട്. കാരണം 5000-ഓളം അടുത്തു വരുന്ന അല്ലെങ്കിൽ യുവജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് സമരപ്പന്തലിലേക്ക് കടക്കാൻ കഴിയാത്തൊരു കാര്യമാണ് നമുക്ക് കാണാം. ഇതാണ് ഇപ്പോൾ സമരപ്പന്തലിലേക്ക് കഴിയാതെ അത്രത്തോളം വിദ്യാർത്ഥികൾ ഇവിടെ തടിച്ചുകൂടി കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്ത് സംഭവിക്കാമെന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം യുവജനങ്ങളാണ്, അവരെ എങ്ങനെ തടയും ഡൽഹി പോലീസ് എന്നാണ് 3 തരത്തിൽ, അതായത് 3 തരം ബാരിക്കേഡുകൾക്ക് അല്ലെ ജലപീരങ്കി വെച്ച പൂർണ്ണ രൂപത്തിൽ തടഞ്ഞിരിക്കുന്നു. സമരപ്പന്തലിലേക്ക് പ്രവേശനം പോലും നിഷേധിച്ചിരിക്കുകയാണ്. അവിടെ എത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ജന്തർ മന്ദറിലെ ഈ ആവേശം അല്ലെ ജന്തർ മന്ദർ എന്താണ് നടക്കുന്നതെന്ന് ദൃക്സാക്ഷിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം യുവജനങ്ങളുടെ പങ്കാളിത്തമാണ്. യുവജനങ്ങൾ ഒഴുകുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം CJP സ്ഥാപകന്റെ വാക്കുകൾ വെറുതെ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രത്തോളം യുവജനങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹരിയാന ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള യുവജനങ്ങളാണ് എത്തിയിരിക്കുന്നത്. അതായത് അവർ പറയുന്നതിന് രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കളിലാണ് ഭൂരിപക്ഷം ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും പോലീസ് പല സ്ഥലങ്ങളിലും, ഡൽഹിയിലെ പല റോഡുകളിലും ഉപരോധിച്ചിട്ട് പോലും ആ ഉപരോധമൊക്കെ മറികടന്നുകൊണ്ടുള്ള യുവജനങ്ങളുടെ പ്രവാഹം എന്ന് നമ്മൾ അതിശയോക്തി പറയാം. എന്നാൽ അത് തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും പോലീസ് വളരെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ തന്നെ നിയോഗിച്ചിട്ടുമുണ്ട്. എവിടത്തെയൊക്കെ കാര്യങ്ങൾ ഇതിപ്പോ എത്ര മണിക്ക് മാർച്ച് തുടങ്ങാനാണ് CJPയുടെ തീരുമാനം? 11 മണിയോടെ മാർച്ച് ആരംഭിക്കും എന്നാണ്. പാർലമെന്റ് തുടങ്ങുന്നത് 11 മണിക്കാണ്. 11 മണിയോടെ മാർച്ച് ആരംഭിക്കും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ജന്തർ മന്ദർ യുവാക്കളുടെ ജനസമുദ്രമായി മാറിക്കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ അകലെയാണ് സമരപ്പന്തൽ. അവിടുത്തെ അത്രത്തോളം പിന്നെ യുവജനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. CJPയുടെ ഒരു ശക്തി പ്രകടനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും പ്രതിപക്ഷ കക്ഷികൾ കൂടി അണിനിരക്കുന്നതോടെ 11 മണിയോടെ പാർലമെന്റിലുള്ള മാർച്ച് പോലീസ് എങ്ങനെ തടയും എന്നുള്ളതാണ് നമുക്കറിയുന്നത്. പോലീസ് റാപ്പിഡ് ആക്ഷൻ സുരക്ഷാ പോലീസുകളെ പൂർണ്ണ രൂപത്തിൽ തന്നെ അണിനിര കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ വലയം ചെയ്യുകയാണ്. വലയം ചെയ്തുകൊണ്ടുള്ള പോലീസിന്റെ ഒരു വലയം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പലയിടങ്ങളിൽ ബാരിക്കേഡ് വെച്ച് തടയുകയാണോ? ബാരിക്കേഡും കയറും ഒക്കെ കെട്ടി തടഞ്ഞിരിക്കുകയാണോ പോലീസ്? അതെ, 3 ഘട്ട ബാരിക്കേഡ് വെച്ചത് ഇപ്പൊ റാപ്പിഡ് ആക്ഷൻ ബോക്സും ഇറങ്ങിക്കഴിഞ്ഞു. ഏതായാലും പോലീസിനെ സംബന്ധിച്ചോളം പാർലമെന്റിന്റെ അകത്തേക്കല്ല, ആ പാർലമെന്റ് സീറ്റിലേക്ക് ഒരു ഈച്ച പോലും കടക്കില്ല എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ ജന്തർ മന്ദറിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തേക്ക് ഓക്കെ ശരി ശരത്ത്, ശരി. നമ്മൾ രാജ്യതലസ്ഥാനത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CJP കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിഷേധത്തിലാണ്.
കഴിഞ്ഞ ദിവസം സോനം വാങ്ചുക്കിനെ ഈ CJP സമരത്തിന് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടാണ് സോനം വാങ്ചുക്ക് സമരപ്പന്തലിലേക്ക് എത്തിയതും നിരാഹാര സമരം ആരംഭിച്ചതും പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് എത്തി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയ രീതിക്കെതിരെയും വലിയ പ്രതിഷേധമുണ്ട്. സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നുമുണ്ട്, CJPക്കും പ്രതിഷേധമുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ പാർലമെന്റിലേക്ക് മാർച്ച് നടക്കുന്നത്. ഇപ്പോൾ